ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. പ്ലസ് ടു തുല്യത സാമ്പത്തിക ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലെ രണ്ടാമത്തെ അധ്യായമായ ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഉപഭോഗ ബണ്ടിലുകൾ, ബജറ്റ് സെറ്റ് എന്നിവയെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബജറ്റ് ലൈനിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് ഉപഭോഗ ബണ്ടിൽ, എന്താണ് ബജറ്റ് സെറ്റ്. ഉപഭോഗ ബണ്ടിൽ എന്ന് പറയുന്നത് രണ്ട് വസ്തുക്കളുടെ വ്യത്യസ്ത അളവുകളുടെ സംയോഗമാണ്. ഉദാഹരണം 4-5, 5-6, 3-7 ഇവയെല്ലാം നമുക്ക് ഉപഭോഗ ബണ്ടിലുകൾ എന്ന് പറയാം. രണ്ട് വസ്തുക്കളുടെ വ്യത്യസ്ത അളവുകളുടെ സംയോഗം. ഈ എല്ലാ ഉപഭോഗ ബണ്ടിലുകളും ഉപഭോക്താവിന് വാങ്ങുവാൻ സാധിക്കുകയില്ല. ഉപഭോക്താവിന് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിലും എല്ലാ ഉപഭോഗ ബണ്ടിലുകളും ഉപഭോക്താവിന് വാങ്ങാൻ സാധിക്കുകയില്ല. അപ്പോൾ ഉപഭോക്താവിന് വാങ്ങുവാൻ കഴിയുമോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഉപഭോക്താവിൻ്റെ കയ്യിലുള്ള വരുമാനത്തെക്കുറിച്ച് അറിയണം. വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുക എം എന്ന അക്ഷരത്തിലാണ്. അതുപോലെ തന്നെ രണ്ട് വസ്തുക്കളുടെയും വിലയെക്കുറിച്ചും അറിയണം, P1, P2. ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയും ഈ ഉപഭോഗ ബണ്ടിലുകൾ ഉപഭോക്താവിന് വാങ്ങാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് 5, 6, 3, 7 എന്നീ രണ്ട് ബണ്ടിലുകൾ ഉപഭോക്താവിന് വാങ്ങാൻ കഴിയുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ബണ്ടിലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കിയതാണ്. അപ്പോൾ ബജറ്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഉപഭോക്താവിൻ്റെ വരുമാനവും എന്തായിരിക്കും? ഉപഭോക്താവിൻ്റെ വരുമാനം ബണ്ടിലുകൾ വാങ്ങുന്നതിന് വേണ്ടി വരുന്ന ചെലവിനേക്കാളും കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ വരുമാനവും ഉപഭോക്താവിന് ബണ്ടിലുകൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള ചെലവും തുല്യമായിരിക്കും. ചുരുക്കത്തിൽ ഉപഭോക്താവിന് വാങ്ങാൻ കഴിയുന്ന ബണ്ടിലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉപഭോഗ ബണ്ടിലുകളെ കുറിച്ചും ബഡ്ജറ്റ് സെറ്റിനെ കുറിച്ചും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇനി ബഡ്ജറ്റ് ലൈനിലേക്ക് നമ്മൾ പോവുകയാണ്. സി, ഞാൻ ഇവിടെ ഒരു ഉദാഹരണത്തിലൂടെയാണ് ബഡ്ജറ്റ് ലൈൻ വിശദമാക്കുന്നത്. സപ്പോസ് കൺസ്യൂമറുടെ വരുമാനം 200 രൂപ, M = 200. ഒരു കൺസ്യൂമറുടെ, ഒരു ഉപഭോക്താവിൻ്റെ വരുമാനം 200 രൂപ. ഒന്നാമത്തെ വസ്തുവിൻ്റെ വില 10 രൂപ, രണ്ടാമത്തെ വസ്തുവിൻ്റെ വില 5 രൂപ. ഇങ്ങനെയാണെന്ന് നമ്മൾ എസ്യൂം ചെയ്യുന്നു, സങ്കല്പിക്കുന്നു. ഒന്നാമത്തെ വസ്തുവിൻ്റെ വില 10 രൂപയും രണ്ടാമത്തെ വസ്തുവിൻ്റെ വില 5 രൂപയും ഉപഭോക്താവിൻ്റെ വരുമാനം 200 രൂപയും. ഓക്കെ, ചില ഉപഭോഗ ബണ്ടിലുകൾ ഞാനിവിടെ എഴുതുകയാണ്. അതായത് 20-0, രണ്ടാമത്തത് 15-10, മൂന്നാമത്തത് 10-20, നാലാമത്തത് 5-30, അഞ്ചാമത്തെ ബണ്ടിൽ 0-40. ശ്രദ്ധിക്കുക, 5 ബണ്ടിലുകളാണ് ഉപഭോക്താവിൻ്റെ മുന്നിലുള്ളത്. 20-0, 15-10, 10-20, 5-30, 0-40. കൺസ്യൂമറുടെ വരുമാനം, ഉപഭോക്താവിൻ്റെ വരുമാനം 20, ഒന്നാമത്തെ വസ്തുവിൻ്റെ വില 10, രണ്ടാമത്തെ വസ്തുവിൻ്റെ വില 5. ഈ ഉപഭോഗ ബണ്ടിലുകൾ ഉപഭോക്താവിന് വാങ്ങാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം 20-0 എന്ന ബണ്ടിൽ ഉപഭോക്താവിന് വാങ്ങാൻ സാധിക്കുമോ? ഇതാണ് ഒന്നാമത്തെ ബണ്ടിൽ 20-0.
അപ്പോൾ 20.0 എന്ന ബണ്ടിൽ ഉപഭോക്താവിന് വാങ്ങാൻ കഴിയുമോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? നിങ്ങൾക്കറിയാം, ഉപഭോക്താവിൻ്റെ വേണ്ടി വരുന്ന ചെലവ് നമുക്ക് ഇങ്ങനെ എഴുതാം: P1 X1 പ്ലസ് P2 X2. ഇതാണല്ലോ ഉപഭോക്താവിന് വേണ്ടി വരുന്ന ചെലവ്. ഈ രൂപത്തിൽ നമുക്ക് എഴുതാം. അതായത് 20.0 എന്ന ബണ്ടിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ P1 ഒന്നാമത്തെ വസ്തുവിൻ്റെ വില നമുക്കറിയാം 10 ഇൻറ്റു ഒന്നാമത്തെ വസ്തുവിൻ്റെ അളവ് X1 അതാണ് 20. 10 ഇൻറ്റു 20 പ്ലസ് രണ്ടാമത്തെ വസ്തുവിൻ്റെ വില P2 നമുക്കറിയാം 5. 5 ഇൻറ്റു X2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വസ്തുവിൻ്റെ അളവ് 0 ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 20 200 പ്ലസ് 5 ഇൻറ്റു 0 5 0 ഈസ് ഈക്വൽ ടു 200. നോക്കൂ, ഉപഭോക്താവിന് വേണ്ടി വരുന്ന ചിലവ് ഒന്നാമത്തെ ബണ്ടിലായ 20.0 എന്ന ബണ്ടിൽ വാങ്ങുവാൻ ഉപഭോക്താവിന് വേണ്ടി വരുന്ന ചെലവ് എത്ര രൂപയാണ്? 200 രൂപ. ഉപഭോക്താവിൻ്റെ വരുമാനമോ 200 രൂപ. അപ്പോൾ ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം വരുമാനവും ചെലവും തുല്യമാണ്. ഉപഭോക്താവിന് ഈ ബണ്ടിൽ എന്ത് ചെയ്യാൻ കഴിയും? വാങ്ങാൻ കഴിയും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എടുക്കാം 15.10. 15.10 എന്ന് പറയുമ്പോൾ നമുക്ക് 15.10 എന്ന ബണ്ടിൽ ഉപഭോക്താവിന് വാങ്ങാൻ സാധിക്കുമോ നോക്കാം. P1 X1 പ്ലസ് P2 X2 ആണ് ചെലവ് കാണാനുള്ള വഴി. അതായത് P1 എന്ന് പറഞ്ഞാൽ 10, ഇവിടെ X1 എന്ന് പറയുന്നത് ഒന്നാമത്തെ വസ്തുവിൻ്റെ അളവാണ്, അതായത് 15, പ്ലസ് P2 എന്ന് പറയുന്നത് 5 ആണ്, രണ്ടാമത്തെ വസ്തുവിൻ്റെ അളവ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 10 ഇൻറ്റു 15 150 പ്ലസ് 5 ഇൻറ്റു 10 50. അപ്പോൾ 150 പ്ലസ് 50 സമം 200. അവിടെയും ഉപഭോക്താവിൻ്റെ വരുമാനവും ഉപഭോക്താവിന് ഈ ബണ്ടിൽ വാങ്ങുന്നതിന് വേണ്ടിയുള്ള ചെലവും തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഉപഭോക്താവിന് ഈ ഒരു 15.10 എന്ന ബണ്ടിൽ വാങ്ങാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് 10.20 നമുക്ക് ഇതുപോലെ തന്നെ നോക്കാം. P1 = 10, ഒന്നാമത്തെ ബണ്ടിലിൻ്റെ അളവ് 10, അപ്പോൾ 10 ഇൻറ്റു 10 പ്ലസ് P2 = 5, 5 ഇൻറ്റു 20, രണ്ടാമത്തെ വസ്തുവിൻ്റെ അളവ് 20. 10.20 എന്ന ബണ്ടിലാണ്. അപ്പോൾ 10 ഇൻറ്റു 10 100 പ്ലസ് 5 ഇൻറ്റു 20 100. അപ്പം 100 പ്ലസ് 100 സമം 200. ഉപഭോക്താവിന് 10.20 എന്ന ബണ്ടിലും വാങ്ങുവാൻ സാധിക്കും. 5.30 P1 10 ഇൻറ്റു 5 പ്ലസ് 5 ഇൻറ്റു 30 30. 10 ഇൻറ്റു 5 50 പ്ലസ് 30 ഇൻറ്റു 5 150. 150 പ്ലസ് 50 200. ഉപഭോക്താവിന് 5.30 എന്ന ബണ്ടിലും വാങ്ങാൻ സാധിക്കും. നെക്സ്റ്റ് 0.40. അപ്പോൾ 10 ഇൻറ്റു 0 പ്ലസ് 5 ഇൻറ്റു 40 ഇസ് ഈക്വൽ ടു 0 പ്ലസ് 5 ഇൻറ്റു 40 200 സമം 200. അപ്പം ഈ ബണ്ടിലും ഉപഭോക്താവിന് വാങ്ങാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ, തന്നിരിക്കുന്ന ഉപഭോഗ ബണ്ടിലുകൾ മുഴുവനും ഉപഭോക്താവിന് വാങ്ങുവാൻ സാധിക്കും. ഈ ഉപഭോഗ ബണ്ടിലുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപഭോക്താവിൻ്റെ വരുമാനവും ഉപഭോക്താവിന് വരുന്ന ചെലവും, ഉപഭോഗ ബണ്ടിൽ വാങ്ങുന്നതിന് ഉപഭോക്താവിന് വേണ്ടി വരുന്ന ചെലവും തുല്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ബണ്ടിലുകളെ മുഴുവൻ നമുക്ക് ഒരു ഗ്രാഫ് പേപ്പറിലേക്ക് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, ഗ്രാഫ് പേപ്പറിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പം ആദ്യത്തെ ബണ്ടിൽ 20.0. അപ്പോൾ 20.0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ വസ്തുവിൻ്റെ അളവ് 20. അപ്പോൾ ഒന്നാമത്തെ വസ്തു കാണിക്കുന്നത് ഈ എക്സ് അക്ഷത്തിലാണ്. അപ്പം ഗുഡ് 1 എന്നാണ് ഇവിടെ. ഗുഡ് 1ൻ്റെ അളവാണ് എക്സ് ആക്സിസിൽ, എക്സ് അക്ഷത്തിൽ കാണിക്കുന്നത്. ഗ്രാഫ് പേപ്പറിലെ എക്സ് അക്ഷമാണ് ഈ ഒറിസോണ്ടൽ അക്ഷം. ഓക്കെ, ഇനി
ഗ്രാഫിന്റെ y അക്ഷം എന്ന് പറയുന്നതാണ് ഈ വെർട്ടിക്കൽ കുത്തനെയുള്ള ഈ ലൈൻ, അതാണ് y ആക്സിസ്. y ആക്സിസ് കാണിക്കുന്നത് ഗുഡ് 2 ആണ്, ഗുഡ് 2ന്റെ അളവാണ്. അങ്ങനെയാണെങ്കിൽ 20 ഇവിടെ വരും? ഒന്നാമത്തെ വസ്തുവിന്റെ അളവാണ് 20, രണ്ടാമത്തെ വസ്തുവിന്റെ അളവ് 0. അപ്പം 20 എന്നുള്ളത് നമുക്ക് ഇവിടെ കാണിക്കാം. ഇതാണ് 20 ഈ ഒരു ലൈൻ 20 എന്ന ബിന്ദു ഇവിടെയാണ് ഉണ്ടാവുക. ഇതിന്റെ അർത്ഥം ഒന്നാമത്തെ വസ്തുവിന്റെ അളവ് 20, രണ്ടാമത്തെ വസ്തുവിന്റെ അളവ് 0. ഇനി 15, 10 എവിടെയായിരിക്കും? ഒന്നാമത്തെ വസ്തുവിന്റെ അളവ് 15, അപ്പോൾ 15. രണ്ടാമത്തെ വസ്തുവിന്റെ അളവ് 10, അപ്പോൾ 10. അപ്പോൾ 15, 10 ഇവിടെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ 15, 10 എന്ന് കാണിക്കാം. ഇനി മൂന്നാമത്തെ ബണ്ടിൽ കാണിക്കുന്നത് 10, 20. അപ്പോൾ ഒന്നാമത്തെ വസ്തുവിന്റെ അളവ് 10, രണ്ടാമത്തെ വസ്തുവിന്റെ അളവ് 20. അപ്പോൾ 10, 20 എന്നുള്ളത് ഇവിടെ ഉണ്ടാവും. ഓക്കെ. ഇനി നാലാമത്തെ ബണ്ടിൽ 5, 30. അപ്പം 5 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വസ്തുവിന്റെ അളവ് 5, 30. 5, 30 ഇവിടെ ഉണ്ടാവും. ഇല്ല, അവസാനത്തെ ബണ്ടിൽ 0, 40. 0 ഒന്നാമത്തെ വസ്തു, 40 രണ്ടാമത്തെ വസ്തു. അപ്പം 0, 40 എന്ന ബണ്ടിൽ ഇവിടെ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇവിടെ എല്ലാ ഉപഭോഗ ബണ്ടിലിനെയും പ്രതിനിധാനം ചെയ്യുന്ന ബിന്ദുക്കൾ കിട്ടി. ഈ ബിന്ദുക്കൾ മുഴുവൻ നമുക്ക് ഒന്ന് ജോയിൻ ചെയ്യാം, നമുക്ക് യോജിപ്പിക്കാം. യോജിപ്പിച്ചപ്പോൾ നമുക്ക് ഒരു രേഖ കിട്ടി. ഈ രേഖയെയാണ് നമ്മൾ എന്തു പറയുന്നത്? ബജറ്റ് രേഖ അല്ലെങ്കിൽ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബജറ്റ് ലൈൻ? ബജറ്റ് ലൈൻ്റെ ഒരു പ്രത്യേകത എന്തായിരിക്കും? അതായത് ഉപഭോക്താവിൻ്റെ വരുമാനവും ഉപഭോക്താവിൻ്റെ ചെലവും തുല്യമാകുന്ന ഉപഭോഗ ബണ്ടിലുകൾ യോജിപ്പിച്ചാൽ ലഭിക്കുന്ന രേഖയാണ് ബജറ്റ് ലൈൻ. അപ്പോൾ ബജറ്റ് ലൈൻ്റെ മുകളിലുള്ള ബിന്ദുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാണിക്കുന്നതാണ്? അത് ഉപഭോഗ ബണ്ടിലുകളെ കാണിക്കുന്നതാണ്. ഏത് തരത്തിലുള്ള ഉപഭോഗ ബണ്ടിലുകൾ? ആ ഉപഭോഗ ബണ്ടിലുകൾ വാങ്ങുമ്പോൾ ഉപഭോക്താവിന് തൻ്റെ വരുമാനം പൂർണ്ണമായും ചെലവഴിക്കണം. അപ്പോൾ ഉപഭോഗ ബണ്ടിലുകൾ എന്ന് പറയുന്ന, അതായത് ബജറ്റ് ലൈൻ്റെ മുകളിലുള്ള ഉപഭോഗ ബണ്ടിലുകൾ എന്ന് പറഞ്ഞാൽ ആ ഉപഭോഗ ബണ്ടിലുകൾ വാങ്ങുന്നതിന് ഉപഭോക്താവ് തൻ്റെ വരുമാനം മുഴുവനായിട്ടും അഥവാ പൂർണ്ണമായിട്ടും ചെലവഴിക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന ഉപഭോക്താവ് തൻ്റെ വരുമാനം പൂർണ്ണമായിട്ടും ചെലവഴിക്കുന്നത് കാണിക്കുന്ന ഉപഭോഗ ബണ്ടിലുകൾ യോജിപ്പിച്ചാൽ നമുക്ക് ലഭിക്കുന്ന രേഖയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബജറ്റ് ലൈനിൽ ഉള്ള ഉപഭോഗ ബണ്ടിലുകൾ എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിന് തൻ്റെ വരുമാനം പൂർണ്ണമായിട്ടും ആ ഉപഭോഗ ബണ്ടിലുകൾ വാങ്ങാൻ ചെലവഴിക്കണം. അങ്ങനെയുള്ള ഉപഭോഗ ബണ്ടിലുകൾ യോജിപ്പിച്ചാൽ ലഭിക്കുന്ന രേഖയാണ് ബജറ്റ് ലൈൻ. അപ്പോൾ ഇവിടെ ഇത് ഒരു ബജറ്റ് ലൈനാണ്. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബജറ്റ് ലൈൻ്റെ സമവാക്യം എങ്ങനെ എഴുതാമെന്ന് നോക്കാം. നിങ്ങൾക്ക് ബജറ്റ് ലൈൻ എന്താണെന്ന് വ്യക്തമായി. ഒരു ഉപഭോക്താവ് തൻ്റെ വരുമാനം മുഴുവൻ ഉപയോഗിച്ച് വാങ്ങാൻ കഴിയുന്ന ഉപഭോഗ ബണ്ടിലുകൾ യോജിപ്പിച്ചാൽ ലഭിക്കുന്ന രേഖയാണ് ബജറ്റ് ലൈൻ. അതായത് ഉപഭോക്താവിൻ്റെ വരുമാനവും ഉപഭോഗ ബണ്ടിലുകൾ വാങ്ങിക്കുന്നതിന് വേണ്ടി വരുന്ന ചെലവും തുല്യമായിരിക്കും. അപ്പോൾ ഉപഭോക്താവിൻ്റെ ചെലവ് നമ്മൾക്ക് എങ്ങനെ എഴുതാം? ഉപഭോക്താവിൻ്റെ ചെലവ് കാണിക്കുന്നത് ഇതാണ്: P1 X1 പ്ലസ് P2 X2
ഇതാണല്ലോ ഉപഭോക്താവിൻ്റെ എക്സ്പെൻഡിച്ചർ അഥവാ ഉപഭോക്താവിൻ്റെ ചെലവ് കാണിക്കുന്നത്. അതായത് P1X1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ വസ്തുവിൻ്റെ വില ഇൻറ്റു ഒന്നാമത്തെ വസ്തുവിൻ്റെ അളവ് പ്ലസ് P2X2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ വസ്തുവിൻ്റെ വില ഇൻറ്റു രണ്ടാമത്തെ വസ്തുവിൻ്റെ അളവ്. ഇത് ആഡ് ചെയ്യുമ്പോൾ, ഇത് കൂട്ടുമ്പോഴാണ് ഉപഭോക്താവിൻ്റെ എക്സ്പെൻഡിച്ചർ അഥവാ ഉപഭോക്താവിൻ്റെ ചിലവ് ലഭിക്കുന്നത്. ഈ ചിലവ് എന്തായിരിക്കും? ഈ ചിലവ് എന്തിനോട് സമമായിരിക്കും? ഉപഭോക്താവിൻ്റെ വരുമാനത്തിനോട് സമമായിരിക്കും. ഈസ് ഈക്വൽ ടു M. അപ്പോൾ ഇതാണ് ബജറ്റ് ലൈൻ്റെ സമവാക്യം. ഇപ്പോൾ ബജറ്റ് ലൈൻ്റെ സമവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1X1 പ്ലസ് P2X2 ഈസ് ഈക്വൽ ടു M. ഉപഭോക്താവിൻ്റെ ചെലവ് സമം ഉപഭോക്താവിൻ്റെ വരുമാനം. ഓക്കെ. ഹൊറിസോണ്ടൽ ഇൻട്രസെപ്റ്റ് ആൻഡ് വെർട്ടിക്കൽ ഇൻട്രസെപ്റ്റ് എന്ന് പറയുന്ന ആശയം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ഹൊറിസോണ്ടൽ ഇൻട്രസെപ്റ്റ്? ഹൊറിസോണ്ടൽ ഇൻട്രസെപ്റ്റ്, വെർട്ടിക്കൽ ഇൻട്രസെപ്റ്റ്, ഈ ഒരു ആശയം കൂടി നിങ്ങൾക്ക് അറിയണം. അപ്പോൾ ആദ്യം എന്താണ് ഈ ഹൊറിസോണ്ടൽ ഇൻട്രസെപ്റ്റ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഹൊറിസോണ്ടൽ ഇൻട്രസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഉപഭോക്താവ് തൻ്റെ വരുമാനം മുഴുവനായും ഒന്നാമത്തെ വസ്തു വാങ്ങുന്നതിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ വാങ്ങാൻ കഴിയുന്ന ഒന്നാമത്തെ വസ്തുവിൻ്റെ അളവാണ് യഥാർത്ഥത്തിൽ ഹൊറിസോണ്ടൽ ഇൻട്രസെപ്റ്റ്. അതായത് നിങ്ങൾക്കറിയാം, ഉപഭോക്താവിൻ്റെ വരുമാനം M = 100 ആണ്. ഒന്നാമത്തെ വസ്തുവിൻ്റെ വില 10 ആണ്. രണ്ടാമത്തെ വസ്തുവിൻ്റെ വില 5 ആണ്. ആണല്ലോ. അപ്പോൾ ഹൊറിസോണ്ടൽ ഇൻട്രസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൊറിസോണ്ടൽ ഇൻട്രസെപ്റ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഉപഭോക്താവ് തൻ്റെ വരുമാനം മുഴുവൻ ഒന്നാമത്തെ വസ്തു വാങ്ങുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര അളവ് ഒന്നാമത്തെ വസ്തു വാങ്ങാൻ കഴിയും എന്നാണ് ഹൊറിസോണ്ടൽ ഇൻട്രസെപ്റ്റ് കാണിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ട ഉദാഹരണത്തിൽ ഉപഭോക്താവിൻ്റെ വരുമാനം 200 രൂപയാണ്. ഉപഭോക്താവിൻ്റെ വരുമാനം എത്രയാണ്? 200 രൂപയാണ്. 200 ഡിവൈഡഡ് ബൈ ഒന്നാമത്തെ വസ്തു വാങ്ങുന്നതിന് വേണ്ടി മുഴുവൻ തൻ്റെ വരുമാനം ചെലവഴിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും എത്ര ഒന്നാമത്തെ വസ്തു വാങ്ങാൻ കഴിയും, എത്ര അളവ് ഒന്നാമത്തെ വസ്തു വാങ്ങാൻ കഴിയും. അതായത് 200 ബൈ ഒന്നാമത്തെ വസ്തുവിൻ്റെ പണം, ഒന്നാമത്തെ വസ്തുവിൻ്റെ വില 10 രൂപയാണ്. അപ്പോൾ 200 ബൈ 10 20. ഉപഭോക്താവിന് 20 യൂണിറ്റ് ഒന്നാമത്തെ വസ്തു വാങ്ങാൻ കഴിയും. എങ്ങനെയാണെങ്കിൽ തൻ്റെ വരുമാനം മുഴുവൻ ഒന്നാമത്തെ വസ്തു വാങ്ങുന്നതിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ. അപ്പോൾ 20 ഹൊറിസോണ്ടൽ ഇൻട്രസെപ്റ്റ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഹൊറിസോണ്ടൽ ഇൻട്രസെപ്റ്റ്. ഈ പോയിന്റാണ് 20.0 എന്ന പോയിന്റാണ് യഥാർത്ഥത്തിൽ എന്ത്? ഹൊറിസോണ്ടൽ ഇൻട്രസെപ്റ്റ്. ഈ ഹൊറിസോണ്ടൽ ഇൻട്രസെപ്റ്റിനെ കാണിക്കുന്നത് M/P1 എന്നാണ്. അതാണ് M/P1. M എന്ന് പറഞ്ഞാൽ വരുമാനം, P1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വസ്തുവിൻ്റെ അളവ്. അപ്പോൾ M/P1 എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഇൻട്രസെപ്റ്റാണ്. ഓക്കെ. ഇനി എന്താ വെർട്ടിക്കൽ ഇൻട്രസെപ്റ്റ്? വെർട്ടിക്കൽ ഇൻട്രസെപ്റ്റ് എന്ന് പറയുന്നത് ഉപഭോക്താവ് തൻ്റെ വരുമാനം മുഴുവൻ രണ്ടാമത്തെ വസ്തു വാങ്ങുന്നതിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ എത്ര അളവ് രണ്ടാമത്തെ വസ്തു വാങ്ങാൻ കഴിയുമെന്ന് കാണിക്കുന്നതാണ്. ഈ ഉദാഹരണത്തിൽ ഉപഭോക്താവ് തൻ്റെ വരുമാനം മുഴുവൻ രണ്ടാമത്തെ വസ്തു വാങ്ങാൻ വേണ്ടി, രണ്ടാമത്തെ വസ്തുവിൻ്റെ വില 5 ആണ്. 200 ബൈ 5 40. ഉപഭോക്താവിന് 40 യൂണിറ്റ് രണ്ടാമത്തെ വസ്തു വാങ്ങാൻ കഴിയും.
200 രൂപ മുഴുവൻ അതിനുവേണ്ടി ചെലവഴിക്കാൻ. അതെവിടെയാണ് കാണുന്നത്? ഇവിടെയാണ് 40, 040. ഇതിൻ്റെ അർത്ഥം 0 ഒന്നാമത്തെ വസ്തു, 40 രണ്ടാമത്തെ വസ്തു. അതായത് ഉപഭോക്താവ് തൻ്റെ വരുമാനം മുഴുവൻ രണ്ടാമത്തെ വസ്തു വാങ്ങാൻ വേണ്ടി ചെലവഴിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം ഇതിനെ M/P2 എന്നാണ് ഈ ബിന്ദു. ഇപ്പം നമുക്ക് 2 ഇന്റർസെപ്റ്റും കിട്ടി. M/P1 ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. അപ്പം ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്താ കാണിക്കുന്നത്? ഉപഭോക്താവ് തൻ്റെ വരുമാനം മുഴുവൻ ഒന്നാമത്തെ വസ്തു വാങ്ങാൻ വേണ്ടി ചെലവഴിക്കുന്നു. ഓർക്കണം. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ M/P2, വരുമാനത്തിനെ രണ്ടാമത്തെ വസ്തുവിൻ്റെ വില കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത്. അപ്പോൾ M/P2 എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആണ്. എന്താ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കാണിക്കുന്നത്? ഉപഭോക്താവ് തൻ്റെ വരുമാനം മുഴുവൻ രണ്ടാമത്തെ വസ്തു വാങ്ങുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നു. ഓക്കെ, അപ്പം M/P1, M/P2 ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി. ഈ ആശയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും. ബജറ്റ് ലൈനിൻ്റെ മുകളിലുള്ള എല്ലാ ഉപഭോഗ ബണ്ടിലുകളും കാണിക്കുന്നത് ഉപഭോക്താവ് വരുമാനം മുഴുവൻ പൂർണ്ണമായിട്ടും ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ബജറ്റ് ലൈനിൻ്റെ ചെരിവിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്ലോപ്പ് ഓഫ് ദ ബജറ്റ് ലൈൻ ഒരു ചെരിവ് കാണുന്നുണ്ട്. ആ ചെരിവിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. Till then, goodbye. Thank you.